بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു ഉലമാ സുഹൃത്തുക്കൾ, മറ്റു അതിഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിപൂർണമായ ആത്മസംസ്കരണം നടത്തിയവർക്കാണ്. ദുനിയാവിലും സന്തോഷം, സമാധാനം, വിജയം, മരണശേഷമുള്ള അനന്തമായ ജീവിതത്തിലെ എന്നേക്കുമുള്ള വിജയം, സന്തോഷം, സമാധാനം, ആത്മവിശുദ്ധി കൈവരിച്ച ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് ഇവിടെ ഒന്ന് സ്വസ്ഥമായി, സമാധാനമായി, ഐശ്വര്യപൂർണമായി അടിച്ചുപൊളിച്ചു ജീവിക്കുക എന്നതാണ്. അതുപോലെ തന്നെ മരണശേഷവും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആത്മവിശുദ്ധി കൈവരിച്ച ആളുകൾക്കാണ്. എങ്ങനെയാണ് ആത്മവിശുദ്ധി അല്ലെങ്കിൽ ആത്മീയ സംസ്കരണം നമ്മളിൽ ഉണ്ടാകുന്നത്? അതിന് പ്രധാനമായിട്ടും പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന രണ്ട് അമലുകളാണ്. ഒന്ന് നമസ്കാരം, മറ്റൊന്ന് സക്കാത്ത്. രണ്ടിനും ഒരേ സ്ഥാനമാണ് ഖുർആൻ നൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, 70ഓളം സ്ഥലങ്ങളിൽ സക്കാത്തിനെയും നമസ്കാരത്തെയും അല്ലാഹു ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. വമല്ലം യുസക്കി ഫലാ സ്വലാത ലഹു. ആര് സക്കാത്ത് നൽകുന്നില്ലയോ അവന്റെ നമസ്കാരവും സ്വീകാര്യമല്ലെന്നാണ്. സക്കാത്ത് നൽകാത്തവരുടെ നമസ്കാരം സ്വീകാര്യമല്ല. അപ്പൊ എത്രത്തോളം പ്രാധാന്യം ദീനിൽ നമസ്കാരത്തിനുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ദീനിൽ സക്കാത്തിനും ഉണ്ട്. രണ്ടും തസ്കിയത്തിന്റെ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, താങ്കൾ അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങുക, അതുവഴി താങ്കൾ അവരെ ശുദ്ധീകരിക്കുകയാണ്, അവരെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശുദ്ധീകരണം? സമ്പത്തിനെ സക്കാത്ത് ശുദ്ധീകരിക്കുന്നു ഹറാമിൽ നിന്ന്. സക്കാത്ത് സമ്പത്തിനെ ഹറാമിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ഖാലതത്തി സകാത്തു മാലൻ ഖബ്ബസഹു. ഒരു സമ്പത്തിൽ സകാത്ത് കലർന്നു പോയാൽ അത് ഹലാലായതിനെയും കൂടെ അത് നശിപ്പിച്ചു കളയുന്നതാണ്. അപ്പൊ സമ്പത്തിന്റെ ശുദ്ധീകരണമുണ്ട് സകാത്തിൽ. സമ്പത്ത് സമ്പൂർണമായിട്ടും ഹലാലാകണമെങ്കിൽ അതിൽ സകാത്തിന്റെ വിഹിതം നമ്മൾ കൊടുത്തേ മതിയാവും. രണ്ട്, സകാത്ത് നൽകുന്നതിലൂടെ അത് സമ്പന്നരെ ശുദ്ധീകരിക്കുന്നു. എന്തിൽ നിന്ന്? സ്വാർത്ഥത, ആർത്തി, സമ്പത്തിനോടുള്ള അത്യാഗ്രഹം, ഇങ്ങനെയുള്ള മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്ന് സമ്പന്നരെ ശുദ്ധീകരിക്കുന്നു. മൂന്നാമതായിട്ട് തുതഹിറുൽ ഫുഖറാ. സകാത്ത് ഫഖീറുകളെ, മിസ്കീനുകളെ, പാവപ്പെട്ടവരെ, നിർധനരെ ശുദ്ധീകരിക്കുന്നു. എന്തിൽ നിന്ന്? പണക്കാരോടുള്ള വൈരാഗ്യം, വെറുപ്പ്, അസൂയ, കുശുമ്പ്, പിന്നെ അതിന്റെ അനന്തരഫലമായി നടക്കുന്ന മോഷണങ്ങൾ, ചതി, വഞ്ചന, അക്രമങ്ങൾ, ഇതിൽ നിന്നൊക്കെ പാവപ്പെട്ടവരെ ശുദ്ധീകരിക്കുന്നു. വതുതഹിറുൽ മുജ്തമഅ. മൊത്തത്തിൽ സമൂഹത്തെ തന്നെ സകാത്ത് ശുദ്ധീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സകാത്ത് കൊടുത്തില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊണ്ട്, വരൾച്ച കൊണ്ട്, വിലക്കയറ്റം കൊണ്ടൊക്കെ സമുദായത്തെ പരീക്ഷിക്കുന്നതാണ്.
ഇപ്പൊ സക്കാത്ത് എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരണ പ്രക്രിയയാണ്, ആത്മവിശുദ്ധിക്കുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, ആര് ആത്മസംസ്കരണം കൈവരിച്ചോ അവരാണ് ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ കച്ചവടം ചെയ്യുക. അവരുടെ സാമ്പത്തിക മേഖലകളാണ് ഭദ്രമാവുക. അവരുമായി ബന്ധപ്പെട്ട സാമൂഹിക ജീവിതം ഭദ്രമാകുന്നത് സകാത്തിലൂടെയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പൊ തസ്കിയത്തിന്റെ അമലാണ് നമസ്കാരവും സകാത്തും. തസ്കിയത്ത് നടക്കാതെ ദുനിയാവിലും വിജയമില്ല, പരലോകത്തും വിജയമില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായത് മാത്രമേ, കളങ്കമില്ലാത്തത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. സ്വർഗവും പരിശുദ്ധമാണ്, പരിശുദ്ധമായവർക്ക് മാത്രമേ സ്വർഗപ്രവേശനവും ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള അമലാണ് ഒന്ന് സകാത്ത്, മറ്റൊന്ന് നമസ്കാരം. അഖിമിസ് സ്വലാത്ത തറഫ ഇന്നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. 5 വക്ത് നമസ്കാരം കൃത്യമായി നിങ്ങൾ നിർവഹിക്കുക. നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ ആ നമസ്കാരം മായ്ച്ചു കളയുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സകാത്തിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സകാത്ത് നൽകുന്നതിലാണ് എന്റെ വിജയമെന്ന് അല്ലാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൃഢത നൽകുമാറാകട്ടെ. ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ബഹുമാനപ്പെട്ട സദസ്സിന്റെ അധ്യക്ഷൻ അബ്ദുറഊഫ് ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനരായ മുഫ്തിമാർ, മുഫ്തി സഫ്വാൻ മദനി, മുഫ്തി അബ്ദുൽ ജലാൽ, മുഫ്തി അയ്യൂബ്, മുഫ്തി അബ്ദുറഹ്മാൻ നജ്മി, എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾ, അതിൽ ഉലമാക്കളുണ്ട്, മാഷാ അല്ലാഹ്. എല്ലാവരെയും അല്ലാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.